നമസ്കാരം. വീൽ സ്റ്റൂ ഒരു ക്ലാസിക് ഫ്രഞ്ച് റെസിപ്പി എന്ന് മാത്രമല്ല, യൂറോപ്പിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും മെനുവിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസിപ്പികളിൽ ഒന്നായിരിക്കും. ബ്ലാങ്കറ്റ് അതോ വൈറ്റ് ക്രീമി സോസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ അക്കമ്പനി ചെയ്യുന്ന ഗാർലിക് ബ്രെഡിന്റെ റെസിപ്പി ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷന്റെ ബെവറേജ് വൈറ്റ് വൈനോ ഷാമ്പെയിനോ ആയിരിക്കും. ഒലിവ് മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീൽ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ബീഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത്. ബീഫും വീലും തമ്മിലുള്ള വ്യത്യാസം, ബീഫ് എന്ന് പറയുന്നത് മച്ചുവർ, അതായത് ഓൾഡർ കാറ്റിൽ, വീൽ യങ് കാറ്റിൽ, അതായത് പ്രായം കുറഞ്ഞ ബീഫ്. ഇവിടെ ഏകദേശം 1 കിലോ ബീഫ് 1 ഇഞ്ച് പീസ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് മാത്രം ഒന്ന് വെറും പച്ചവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇതിനകത്ത് നിന്ന് പൊതഞ്ഞു വരുന്ന ബ്ലഡ്, സ്കം, അതുപോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഒന്ന് തണുത്ത വെള്ളത്തിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റൂ അധികം ക്ലൗഡി ആകാതെ ക്ലീനും ക്ലിയറും ആയി കിട്ടും. ഈ ബീഫ് സ്റ്റോക്കിന് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു 3 വലിയ തണ്ട് സ്പ്രിംഗ് അനിയൻ, ഒരു ചെറിയ സവോള, ക്യാരറ്റ് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 3 അല്ലി വെളുത്തുള്ളി, ചതച്ചെടുത്ത കുരുമുളക്, 5-6 ഗ്രാമ്പു, ബേ ലീവ്സ് അഥവാ തേജ്പത്ത, ഉപ്പ്, 1 ലിറ്റർ വെള്ളം. ഇനി ഇത് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ, അതായത് സിമ്മറിൽ ഏകദേശം 1.25 മണിക്കൂർ നമുക്കിത് കുക്ക് ചെയ്യണം. ഇനി ബീഫ് ഇവിടെ നിന്ന് സിമ്മറിൽ വേഗം നമുക്ക് 1 മണിക്കൂർ മിച്ചം സമയമുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 200 ഗ്രാം പേൾ ഒനിയൻസ്. നമുക്ക് സാധാരണ നാട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളി തന്നെയാണ്. ഇതിൻ്റെ കളർ വെള്ളയാണെന്നുള്ളൂ. ഞാൻ വെളുത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റൂവിന് വൈറ്റ് കളർ ആയതുകൊണ്ടാണ്. ഇതിന് ചുവന്ന ഉള്ളി ഉപയോഗിച്ചാലും വെളുത്തുള്ളി ഉപയോഗിച്ചാലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. വെളുത്തതാണെങ്കിൽ നമുക്ക് അത് കുറച്ച് ഫാൻസി ആക്കി എടുക്കാം, അത്രയും മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ ഉള്ളി ഉപയോഗിച്ച് ഈ ഡിഷ് തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഇതൊരു ചൂടുവെള്ളത്തിൽ 1-2 മിനിറ്റ് മുക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഉള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് വെളുത്തുള്ളി അല്ല, നമ്മുടെ സാധാരണ ചുവന്ന ഉള്ളിയുടെ തന്നെ വേറൊരു വെറൈറ്റി വെളുത്ത കളറിൽ, അത്രയേ ഉള്ളൂ. ഇനി ഉള്ളി നമുക്കൊന്ന് സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഷുഗർ, ഉപ്പ്, പിന്നെ കൂടാതെ ഒരു ചെറിയ ക്യൂബ് ബട്ടർ. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മളതൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പോവാണ് ചെറിയ തീയിൽ. അങ്ങനെ നമ്മളിത് കുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ബട്ടറും ഷുഗറും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഗ്ലേസ് ചെയ്തൊന്ന് തിളക്കിയെടുക്കുകയാണ്. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ROUX എന്നാണ് എഴുതുന്നത്. ഏകദേശം 50 ഗ്രാം ബട്ടറിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ മൈദ ചെറിയ തീയിൽ ഇളക്കി കുക്ക് ചെയ്താണ് നമ്മൾ റൂ ഉണ്ടാക്കുന്നത്. സാധാരണ 3 തരം റൂ ആണുള്ളത്. ഒന്ന് വൈറ്റ് റൂ, നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്യുള്ളൂ, അതിൻ്റെ കളർ വെളുത്ത് തന്നെ ഇരിക്കും. പിന്നെ ബ്ലോണ്ട് റൂ, അതായത് മദാമ്മയുടെ തലമുടിയുടെ കളർ, നമ്മൾ ഏകദേശം ചെറിയ തീയിൽ ഇളക്കി 5 മിനിറ്റ് കൊണ്ട് ലൈറ്റായിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കുന്നത്, അതാണ് ബ്ലോണ്ട് റൂ. പിന്നെയുള്ളത് ബ്രൗൺ റൂ ആണ്. കുറേ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ ബ്രൗൺ ആയിട്ട് വരും. നമ്മളിത് ചെറിയ തീയിലേ കുക്ക് ചെയ്യാവുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റയടിക്ക് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഇത് കരിച്ച് എടുത്ത് നമ്മൾ ആ കളർ മാറ്റിയെടുക്കരുത്. ചെറിയ തീയിൽ മെല്ലെ ഇളക്കി പയ്യെ എൻ്റെ കളർ മാറി വന്നാൽ മതി. 5-6 മിനിറ്റ് കൊണ്ട് വേണം ഇപ്രകാരം നമുക്ക് ബ്ലോണ്ട് റൂ ആക്കിയെടുക്കാൻ. റൂ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും കുക്ക് ചെയ്ത് ഗ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഏകദേശം 200 ഗ്രാം മഷ്റൂംസ് അതുപോലെ ചെറിയ വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബേക്കൺ ചേർത്തില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റൂവിന് അധികം ടേസ്റ്റ് ഒന്നും കുറയാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഏകദേശം 150 ഗ്രാം ബേക്കൺ എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്.
ഇനി ബേക്കൺ പീസുകൾ നമുക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് മഷ്റൂംസ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇത് സോഫ്റ്റായിട്ടല്ല കുക്ക് ചെയ്യേണ്ടത്. എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ ഏകദേശം വറുത്തെടുക്കുന്ന പോലെ ക്രിസ്പി ആയിട്ടാണ് മഷ്റൂംസും കുക്ക് ചെയ്യുന്നത്. ഈ മഷ്റൂംസിൻ്റെ കൂടെ ഒരു ചെറിയ സവോള അരിഞ്ഞത് ഏകദേശം ഒരു 30 ഗ്രാം വരുമായിരിക്കും. കൂടാതെ 1-2 അല്ലി ഗാർലിക് നമുക്കൊന്ന് ക്രഷ് ചെയ്തോ മിൻസ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതും ഈ മഷ്റൂമിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് തീ ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തപടിയായിട്ട് നമുക്ക് ഈ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഗാർലിക് ബ്രെഡ് റെഡിയാക്കാം. ഗാർലിക് ബ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ബ്രെഡിൻ്റെ കൂടെ വൈറ്റ് റൈസിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഈ സ്റ്റൂ കഴിക്കാം. ഞാനിവിടെ ഒരു പിടി പാഴ്സലിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡിലേക്കൊന്ന് വളരെ തിൻ ലെയറായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിന് മുകളിൽ അല്പം ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ചീസ് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പോകണം. ഇതിന് ശേഷം ഇത് ഏകദേശം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്സിൽ 10 മിനിറ്റോളം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡിയാവും. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ഈ ബ്രെഡ് ബേക്ക് ചെയ്യണമെന്നും ഈ ഒലിവ് മസാലയുടെ തന്നെ പിസ്സയുടെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ടെക്നിക്ക് ഫോളോ ചെയ്താൽ മതി. നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ ബേക്ക്ഡ് ബ്രെഡിന് കിട്ടും. ബീഫ് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കളയുന്നില്ല. അതുമായിട്ട് ബീഫിൻ്റെ കഷ്ണങ്ങളൊന്ന് പെറുക്കിയെടുത്തതിന് ശേഷം ഈ ലിക്വിഡ് നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഈ ക്യാരറ്റും വെജിറ്റബിൾസും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ ലിക്വിഡ് മാത്രം നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇതിനകത്തിപ്പം ബീഫിൻ്റെ വെജിറ്റബിൾസിൻ്റെ എല്ലാം നല്ല ഫ്ലേവർ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സൂപ്പിൻ്റെ കൂടെ റൂ ചേർത്ത് നമ്മൾ തിളപ്പിച്ചൊന്ന് റെഡ്യൂസ് ചെയ്ത് തിക്കാക്കി എടുക്കുന്നുണ്ട്.
ഏകദേശം ഒരു 1.5 കപ്പോളം നമ്മൾ ഫ്രഷ് ക്രീമും ചേർക്കുന്നുണ്ട്. ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാല് ചേർത്താൽ മതി. പക്ഷേ ഒരു വ്യത്യാസം, പാലാണ് ചേർക്കുന്നെങ്കിൽ അതിന് പകരം നമ്മൾ റൂവിൻ്റെ ക്വാണ്ടിറ്റി ഇരട്ടിയാക്കണം. ഒരു സ്പൂണിൻ്റെ ബാക്കിൽ ഇതുപോലെ കോട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യത്തിന് തിക്കായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം സീസണിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സോസ് തിക്കായതിന് ശേഷം മാത്രമേ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുള്ളൂ. കാരണം തിക്കായി കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ തന്നെത്താൻ അതിൻ്റെ ഉപ്പ് കൂടും. നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉപ്പ് കണ്ടവാനം കൂടിപ്പോയെന്ന് വരും. നമ്മുടെ ഫ്രഞ്ച് വീൽ സ്റ്റൂവിന് പകരമുള്ള ഫ്രഞ്ച് ബീഫ് സ്റ്റൂവും അതിനോട് അക്കമ്പനി ചെയ്തിട്ടുള്ള എല്ലാ ഡിഷുകളും, അതായത് ഗാർലിക് ബ്രെഡും വൈനും എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്സ് ആവാം, കമൻറ്റ്സ് ആവാം. മറ്റൊരു മറുനാടൻ രുചിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.